എല്ലാവർക്കും ദിശ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSC GD-യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസണിങ്ങിൻ്റെ ചില ടോപ്പിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സിലോജിസത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സിലോജിസത്തിൽ ചോദിച്ച് കണ്ട അല്ലെങ്കിൽ GD-ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലോജിസം കൺസെപ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനകത്ത് സിലോജിസിന്റെ ക്ലാസ് കിടപ്പുണ്ട്, അത് കണ്ടു നോക്കുക. ഓക്കെ, അത് പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്തു വരിക. കാരണം എല്ലാ ഡയറക്റ്റ് നമ്മൾ കയറുന്നവർക്കൊന്നും സിലോജിസം പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ബാക്കിയുള്ള ടോപ്പിക്സ് പോലെയല്ല, സിലോജിസിൽ ഒരുപാട് ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്, കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാറുണ്ട്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്, ഇതിലോട്ട് വരാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സിലോജിസം ഒന്ന് ക്ലാസ് കണ്ടു നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വരിക. ഇവിടെ റിവിഷൻ ആണ്, നമ്മളായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ വെൻ ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം എന്താ ചെയ്യുന്നത്, നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വെൻ ഡയഗ്രാമിൽ വരയ്ക്കും അല്ലെ. സ്റ്റേറ്റ്മെന്റ് വെൻ ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺക്ലൂഷൻസ് അത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് സം വന്നാൽ എന്ത് റിസൾട്ട് വരും, നോ വന്നാൽ എന്ത് റിസൾട്ട് വരും, ഓൾ വന്നാൽ എന്ത് റിസൾട്ട് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനോട് പോവാണ്. നോർമലി നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് രണ്ട് കൺക്ലൂഷൻ ആണ് സാധാരണ കാണാറ്. ചിലപ്പോൾ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൂടാറുണ്ട്. എന്തായാലും നമുക്ക് എന്താണ് വലിയ ബുദ്ധിമുട്ടൊന്നും, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, വരച്ച് സ്റ്റേറ്റ്മെന്റ്സിനെ വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കൺക്ലൂഷനോട് പോകാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ടാബ്ലറ്റ്സ് ആർ സ്മാർട്ട് ഫോൺസ്. ഓക്കെ, ടാബ്ലറ്റ്സ് സ്മാർട്ട് ഫോൺസ്, സം എഴുതുവാണ് അല്ലെ. സം ടാബ്ലറ്റ്സ് ആർ സ്മാർട്ട് ഫോൺസ്. ഓക്കെ, all smartphones are mobile phones. Okay, all smartphones are mobile phones. രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണക്ട് ചെയ്തു, വരച്ചു. ഇനി ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ എടുക്കുന്നത് അല്ലെ. ഫസ്റ്റ് വൺ, സം മൊബൈൽ ഫോൺസ് ആർ ടാബ്ലറ്റ്സ്. നമ്മൾ എന്താ നോക്കുന്നത്, നമുക്ക് തരുന്ന സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ, നമുക്കറിയാം നമുക്ക് തന്നിരുന്ന സബ്ജക്ട് മൊബൈൽ ഫോൺസ്, പ്രെഡിക്കേറ്റ് ടാബ്ലറ്റ്, ഇവർ തമ്മിൽ എന്ത് റിലേഷനിലാണ് വെൻ ഡയഗ്രാമിൽ കിടക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്താണ് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ, ആദ്യം വരുന്ന ആളെ നമ്മൾ സബ്ജക്റ്റ് എന്നും രണ്ടാമത് വരുന്ന ആളെ ടാബ്ലറ്റ്സിന് നമ്മൾ പ്രെഡിക്കേറ്റ് എന്നും പറയും. അങ്ങനെ ആ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ എന്ത് റിലേഷനിലാണ് വെൻ ഡയഗ്രാമിൽ കിടക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാണ്ട് കൺക്ലൂഷൻ അവിടെ ഉണ്ടോ എന്നല്ല നമ്മൾ നോക്കുന്നത് അല്ലെ. ആ മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കൺക്ലൂഷൻ ഡയറക്റ്റ് എന്ത് ചെയ്യില്ല, വെൻ ഡയഗ്രാമിൽ നോക്കത്തില്ല, അവർ നമ്മുടെ റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ സം മൊബൈൽ ഫോൺസ് ആ ടാബ്ലറ്റ്സ് നമ്മൾ നോക്കുന്നത് ടാബ്ലറ്റിന്റെ വെൻ ഡയഗ്രാം ഇതാണ്, മൊബൈൽ ഫോൺസിന്റെ വെൻ ഡയഗ്രാം ഇതാണ്. അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, സം പോർഷൻ ഷെയർ ചെയ്യുന്നുണ്ട്, കുറച്ച് പോർഷൻ ചെയ്യുന്നുണ്ട്. സം ടാബ്ലറ്റ്സ് ആർ എന്താണ്, മൊബൈൽ ഫോൺസ് ആണ്. സം ARV ആണെങ്കിൽ നമുക്ക് എന്തുകൂടെ പറയാം, സം BRA എന്ന് പറയാം. അപ്പൊ സം ടാബ്ലറ്റ്സ് ആർ മൊബൈൽ ഫോൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സം മൊബൈൽ ഫോൺസ് ആർ ടാബ്ലറ്റ്സ് പറയാം. ആദ്യത്തത് ഫോളോ ചെയ്യും. രണ്ടാമത്, സം മൊബൈൽ ഫോൺസ് ആർ സ്മാർട്ട് ഫോൺസ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്ത് റിലേഷൻ ആണ്, മൊബൈൽ ഫോൺസ് സ്മാർട്ട് നമ്മുടെ റിലേഷൻ എന്താണ്, ഓൾ സ്മാർട്ട് ഫോൺസ് ആർ മൊബൈൽ ഫോൺസ്. സ്റ്റേറ്റ്മെന്റ് തന്നെ പറയുന്നുണ്ട് അല്ലെ, സ്റ്റേറ്റ്മെന്റ് തന്നെ കിടപ്പുണ്ട്, ഓൾ സ്മാർട്ട് ഫോൺസ് ആർ മൊബൈൽ ഫോൺസ്. അല്ലെങ്കിൽ നിങ്ങളുടെ വെൻ ഡയഗ്രാം നോക്കിയാൽ മതി, മൊബൈൽ ഫോണിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ആര് കിടക്കുന്നത്, സ്മാർട്ട് ഫോൺ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം, ഒരു സർക്കിളിനകത്ത് വേറൊരു സർക്കിൾ ഇങ്ങനെ കിടന്നാൽ ഇത് ഓൾ എന്ന റിലേഷൻ ആണ്. അപ്പൊ ഓൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഓൾ ARB എന്ന് നമ്മൾ പറയും. അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ ഓൾ സ്മാർട്ട് ഫോൺസ് ആർ മൊബൈൽ ഫോൺസ്. അപ്പോൾ ഓൾ സ്മാർട്ട് ഫോൺസ് ആർ മൊബൈൽ ഫോൺസ് ആണ്, നമുക്ക് എന്ത് ആൻസർ പറയാം, സം സ്മാർട്ട് ഫോൺ ആർ മൊബൈൽസും പറയാം, സം മൊബൈൽസ് ആർ സ്മാർട്ട് ഫോൺസും പറയാം. രണ്ട് കൺക്ലൂഷനോടെ ഫോളോ ചെയ്യുന്ന നമ്മുടെ ആൻസർ എന്തായിരിക്കും, ബോത്ത് 1 and 2 ഫോളോ എന്നായിരിക്കും ആൻസർ. ഓക്കെ, വെറുതെ നമ്മൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്, അറിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ക്ലാസ് കാണാൻ പറഞ്ഞത്. അറിയാവുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ആദ്യം വെൻ ഡയഗ്രാമിലോട്ട് വരയ്ക്കും. സ്റ്റേറ്റ്മെന്റ് ആദ്യം വെൻ ഡയഗ്രാം വരച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ, കൺക്ലൂഷനിൽ പറയുന്ന സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ എന്ത് റിലേഷനിൽ വരും, ആ റിലേഷൻ നമ്മൾ കുറച്ച് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ട് ആണെങ്കിൽ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഫോളോ ചെയ്യത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ ഡെസ്ക്ടോപ്സ്. ഓക്കെ, നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ ഡെസ്ക്ടോപ്സ്. ഓക്കെ, ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ ഡെസ്ക്ടോപ്പ്. സം കമ്പ്യൂട്ടേഴ്സ് ആർ ലാപ്ടോപ്സ്. സം കമ്പ്യൂട്ടേഴ്സ് ആർ ലാപ്ടോപ്സ്. ഓക്കെ, സം കമ്പ്യൂട്ടേഴ്സ് ആർ ലാപ്ടോപ്സ്. കിട്ടി. ഫസ്റ്റ് കൺക്ലൂഷൻ, സം ലാപ്ടോപ്സ് ആർ ഡെസ്ക്ടോപ്പ്. സം ലാപ്ടോപ്സ് ആർ ഡെസ്ക്ടോപ്പ്. നമ്മൾ നോക്കേണ്ട ലാപ്ടോപ്സും ഡെസ്ക്ടോപ്പ് നമ്മുടെ റിലേഷൻ എന്താണ് നോക്കിയേ, സം റിലേഷനിൽ കുറച്ച് പോർഷൻ ഷെയർ ചെയ്യുന്നില്ലേ. ലാപ്ടോപ്പിന്റെ വെൻ ഡയഗ്രാം ഇത്, ഡെസ്ക്ടോപ്പിന്റെ ഈ വലിയ വെൻ ഡയഗ്രാം ആണ്. അവർ നമ്മൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു കുറച്ച് ചെറിയൊരു പോർഷൻ അവർ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, സം പോർഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ സം
ലാപ്ടോപ്സ് ആർ എന്ന് പറയാം, ഡെസ്ക്ടോപ്പ് എന്ന് പറയാം. അതാണ് ഫസ്റ്റ് എടുക്കുന്നത് അല്ലേ? അത് ഫോളോ ചെയ്യും. രണ്ടാമത് ഓൾ ഡെസ്ക്ടോപ്പ് ആർ ലാപ്ടോപ്സ്. ഓൾ ഡെസ്ക്ടോപ്സ് ആർ ലാപ്ടോപ്പ്. നമുക്കറിയാം ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും തമ്മിൽ നമുക്ക് കിട്ടിയ റിലേഷൻ എന്താണ്? സം ലാപ്ടോപ്സ് ആർ ഡെസ്ക്ടോപ്പ്. സം ലാപ്ടോപ്സ് രണ്ടുപേരും തമ്മിൽ സം റിലേഷൻ ആണെങ്കിൽ, സം എ ആർ ബി എന്ന റിലേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? സം ബി ആർ എ മാത്രമേ ഉള്ളൂ. വേറെ റിസൾട്ട് ഒന്നും പറയാൻ പറ്റില്ല, ഓൾ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സം ലാപ്ടോപ്സ് ആർ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ സം ഡെസ്ക്ടോപ്പ് ആർ ലാപ്ടോപ്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഓൾ ഡെസ്ക്ടോപ്പ് ആർ ലാപ്ടോപ്സ് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? ഓൺലി വൺ ഫോളോ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോവാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഓൾ സ്കൂട്ടേഴ്സ് ആർ ടു വീലേഴ്സ്, ഓൾ സൈക്കിൾസ് ആർ ടു വീലേഴ്സ്. ശ്രദ്ധിച്ചോണേ, ഓൾ സ്കൂട്ടേഴ്സ് ആർ ടു വീലേഴ്സ്. ഓക്കെ, ഓൾ സ്കൂട്ടേഴ്സ് ആർ ടു വീലേഴ്സ്. ടു വീലേഴ്സ്. ഓൾ സൈക്കിൾസ് ആർ ടു വീലേഴ്സ് ആണ്. ഓൾ ടു വീലേഴ്സ് ആർ സൈക്കിൾ അല്ല, മാറിപ്പോരുത്. ഓൾ സൈക്കിൾസ് ആർ ടു വീലേഴ്സ് ആണ്. ടു വീലറിനകത്തായിരിക്കും ആര് വരിക? സൈക്കിൾ വരിക. ഇങ്ങനെ ആയിരിക്കും വരിക. ഓൾ സ്കൂട്ടേഴ്സ് ആർ ടു വീലേഴ്സ്, ഓൾ സൈക്കിൾസ് ആർ ടു വീലേഴ്സ്. സ്കൂട്ടറും സൈക്കിളും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ, റിലേഷൻ വരുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. ഫസ്റ്റ് വൺ, ഓൾ സ്കൂട്ടേഴ്സ് ആർ സൈക്കിൾ. ഓൾ സ്കൂട്ടേഴ്സ് ആർ സൈക്കിൾ പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. കാരണം സ്കൂട്ടറും സൈക്കിളും തമ്മിൽ എന്തില്ല? കണക്ഷൻ ഇല്ല. കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തില്ല? റിലേഷൻ ഇല്ല. റിലേഷനിലേക്ക് നമുക്ക് എന്തില്ല? റിസൾട്ട് ഇല്ല. ഇത് നമ്മൾ പഠിച്ചുള്ള കാര്യമാണ് അല്ലെ? രണ്ടുപേര് തമ്മിൽ വെൻ ഡയഗ്രാമിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? അവർക്ക് റിലേഷൻ ഉള്ളൂ. റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? റിസൾട്ടും വരത്തുള്ളൂ. അപ്പൊ ഓൾ സ്കൂട്ടേഴ്സ് ആർ സൈക്കിൾസ് വരത്തില്ല. ഓൾ സൈക്കിൾസ് ആർ സ്കൂട്ടേഴ്സും എന്ത് ചെയ്യത്തില്ല? വരില്ല. കാരണം സ്കൂട്ടറിന്റെ വെൻ ഇവിടെയാണ്, സൈക്കിൾ ഉണ്ടായിരുന്ന അവിടെ മാറി കിടപ്പുണ്ട്. രണ്ടുപേരും എന്തില്ല? കണക്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തില്ല പറയാൻ പറ്റില്ല. അപ്പോൾ ആൻസർ എന്തായിരിക്കും? നെയ്തർ വൺ ഓർ ടു, നെയ്തർ വൺ നോർ ടു ഫോളോ എന്നായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ദിവസത്തോട് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കുറച്ച് കൂടുന്നുണ്ട്. ഓൾ ബർഗേഴ്സ് ആർ കേക്സ്, സം സ്വീറ്റ്സ് ആർ ഫ്രൂട്ട്സ്, ഓൾ സ്വീറ്റ്സ് ആർ ബർഗേഴ്സ്. ഓക്കെ, ഒരു ഓർഡറിലല്ല കിടക്കുന്നത്, നമുക്ക് ഇങ്ങനെ എടുക്കാം. സം സ്വീറ്റ്സ് ആർ ഫ്രൂട്ട്സ്. വരയ്ക്കടത്തിനാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഓർഡർ എടുക്കണമെങ്കിൽ എടുക്കാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സം സ്വീറ്റ്സ് ആർ ഫ്രൂട്ട്സ്, all sweet are burgers. Okay, all sweet are burgers. All sweet are burgers. All burgers are cakes. Okay, all burgers are cakes. ഇങ്ങനെ വരുന്നത്. Okay, all burgers are cake വരച്ചു. Some sweets are fruits വരച്ചു. All sweets are burgers. നമ്മളിത് കണക്ട് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി ഒരു ഓർഡർ കണ്ടുപിടിച്ച് വരച്ചതേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് കണ്ടു സം ഫ്രൂട്ട്സ് ആർ ബർഗേഴ്സ്. സം ഫ്രൂട്ട്സ് ആർ ബർഗേഴ്സ്. നമ്മൾ നോക്കേണ്ടത് ഫ്രൂട്ട്സും ബർഗേഴ്സും നമ്മളെ വെൻ ഡയഗ്രാമിലെ കണക്ഷൻ നോക്കാം. ഓക്കെ, ഓക്കെ, ഇതെല്ലാം എന്താണ്? ബർഗേഴ്സ് ആണ്. ഇതെല്ലാം ബർഗേഴ്സ് ആണ്. നോക്കി, ഇതെല്ലാം ബർഗേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ഫ്രൂട്ട്സും ബർഗറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പോർഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. സം പോർഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ സം ഫ്രൂട്ട്സ് ആർ ബർഗേഴ്സ് എന്താണ്? ശരിയാണ്. സം ഫ്രൂട്ട്സ് ആർ ബർഗേഴ്സ് ശരിയാണ്. അടുത്ത സം കേക്ക് ആർ സ്വീറ്റ്സ്. നമ്മൾ നോക്കേണ്ടത് സ്വീറ്റും കേക്കും നമ്മുടെ റിലേഷൻ ആണ്. ഓൾ സ്വീറ്റ് ആർ കേക്ക് എന്ന് പറയുന്നത് അല്ലെ? ഓ, കേക്കിനകത്ത് കംപ്ലീറ്റ് ആണ് ആരും സ്വീറ്റ് വരുന്നത്. അപ്പൊ ഓൾ സ്വീറ്റ് ആർ കേക്ക് ആണ് നമ്മൾ എന്ത് പറയാം? സം സ്വീറ്റ് ആർ കേക്കും സം കേക്ക് ആർ സ്വീറ്റും പറയാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് രണ്ടാമത് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ബോത്ത് 1 and 2 ഫോളോ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്പർ കൂടുന്നുണ്ട്. ചിലപ്പോൾ കൺക്ലൂഷൻ നമ്പറും കൂടാൻ വേണമെങ്കിൽ ഒന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വെൻ ഡയഗ്രാമിൽ വരയ്ക്കുക. വെൻ ഡയഗ്രാമിൽ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് നിന്ന് ആ പറയുന്ന രണ്ടുപേര് നമ്മളെ റിലേഷൻ എന്താ കണ്ടുപിടിക്കും. വെറുതെ നമുക്ക് അതിനകത്ത് ആൻസർ നോക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ ഡയറക്റ്റ് നോക്കത്തില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? അവർ നമ്മളെ റിലേഷൻ എന്താണെന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വെൻ ഡയഗ്രാമിൽ കണ്ടുപിടിക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത ദിവസം പോവാം. ഓക്കെ, അവിടെ നമുക്ക് എന്തുണ്ട്? 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 2 കൺക്ലൂഷൻ ഉണ്ട്. നമുക്ക് നോക്കാം, വരച്ചു നോക്കാം. ഓക്കെ, സം ബോൾട്ട് ആർ പെൻസ്. Okay, some bolt are pens. Some bolt are pens. Some bolt are pens. Bolt, pen. സം ബോൾട്ട് ആർ പെൻ വരച്ചു. സം സ്റ്റെൻസിൽ ആർ ബോൾട്ട്. ഓക്കെ, സം സ്റ്റെൻസിൽ ആർ ബോൾട്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കും കേട്ടോ. ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കില്ല, നമുക്ക് അറിയത്തില്ല. സം സ്റ്റെൻസിൽ ആർ ബോൾട്ട്. ഓൾ സ്ക്രൂ ആർ ബോൾട്ട്. ഓൾ സ്ക്രൂ ആർ ബോൾട്ട്. അപ്പൊ നമുക്ക് എന്താണ്? ബോൾട്ടിനകത്തായി വരും, സ്ക്രൂ വരും. ശ്രദ്ധിച്ചോണേ, ഇത് കണക്ഷൻ ഇല്ല. നോക്കി, നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിന്ന് കണക്റ്റഡ് ആയിട്ട് വരുന്നില്ല. ആകെ ബോൾട്ട് എന്ന് പറഞ്ഞ ആളുമായിട്ട് അല്ലാണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കാം. നോ സ്ക്രൂ ഈസ് പെൻസിൽ. സ്റ്റെൻസിൽ. നോ സ്ക്രൂ ഈസ് സ്റ്റെൻസിൽ. സ്ക്രൂവും സ്റ്റെൻസിലും കണക്ഷൻ ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ? നോ എന്ന് പറയാൻ പറ്റില്ല, ഒരു റിലേഷനും പറയാൻ പറ്റില്ല അല്ലെ? സം പെൻസ് ആർ സ്റ്റെൻസിൽസ്. സം പെൻസ് ആർ സ്റ്റെൻസിൽസ്. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് പെൻസിലും സ്റ്റെൻസിലും നമ്മളെ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ പെൻസിൽ ഇതാ കിടക്കുന്നു, പെൻസിലിന് വേണ്ടായിരുന്ന കിടക്കുന്നു, സ്റ്റെൻസിൽ ഇതാ ഇവിടെ മാറ്റി കിടക്കുവാണ്.
അവർ തമ്മിൽ എന്തില്ല കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് പറഞ്ഞില്ല, അവർ നമുക്ക് എന്തെങ്കില്ല പറയാൻ പറ്റില്ല, റിലേഷൻ പറയാൻ പറ്റില്ല. നമുക്ക് എന്താണ് നെയ്തർ 1 nor 2 ഫോളോ ആയിരിക്കും എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരിക. ഓക്കെ, രണ്ടും എന്ത് ചെയ്യത്തില്ല അവിടെ ഫോളോ ചെയ്യത്തില്ല എന്നേ വരത്തുള്ളൂ. അടുത്ത ക്വസ്റ്റിനോട് പോവാം. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. സം സ്റ്റുഡൻസ് ആർ പ്ലേയേഴ്സ്, ഓൾ പ്ലേയേഴ്സ് ആർ മെയിൽ. ഓക്കെ, സം സ്റ്റുഡൻസ് ആർ പ്ലേയേഴ്സ്, all players are males. Okay, all players are males. First conclusion, all males are players വരത്തില്ല. കാരണം എന്താ, all players are males എന്നേ പറഞ്ഞിട്ടുള്ളൂ. all males are players എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഓളിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. all ARB ആണെങ്കിൽ all BRA നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് എന്ത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? some ARB some BRA മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത് some males are students, അതെന്ത് ചെയ്യും വരും. കാരണം സ്റ്റുഡൻസിന്റെ വെൻഡാഗ്രാം ഇതാണ്, മെയിൽസിന്റെ വെൻഡാഗ്രാം ഇതാണ്. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസും മെയിൽസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു പോർഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എന്താണ് സം മെയിൽസ് ആർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ സം സ്റ്റുഡൻസ് ആർ മെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ അടുത്ത ആൻസർ എന്തായിരിക്കും? ഓൺലി 2 ഫോളോ എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ചോക്ലേറ്റ്സ് ആർ ഫ്രൂട്ട്സ്. ഓക്കെ, ഓൾ ഫ്രൂട്ട്സ് ആർ കോക്കനട്ട്സ്. ശ്രദ്ധിക്കുക, ഓൾ ചോക്ലേറ്റ്സ് ആർ ഫ്രൂട്ട്സ്, all fruits are coconuts, എല്ലാം ഓൾ വരുവാണ്. അപ്പൊ പറക്കത് എങ്ങനെ വരും? all chocolates are fruitsഉം all fruits are coconuts ആണ് ഫസ്റ്റ് കൺക്ലൂഷൻ. some chocolates are not coconuts വരത്തില്ല. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് കൺക്ലൂഷൻ എപ്പോഴേ വരത്തുള്ളൂ, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ, അല്ലാണ്ട് നെഗറ്റീവ് കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തില്ല. ഓക്കെ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നെഗറ്റീവ് കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തുള്ളൂ. അപ്പൊ സം ചോക്ലേറ്റ്സ് ആർ നോട്ട് കോക്കനട്ട്സ്, ചോക്ലേറ്റും കോക്കനട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഓൾ ചോക്ലേറ്റ്സ് ആർ കോക്കനട്ട്സ് പറയാൻ പറ്റും. ഓൾ ചോക്ലേറ്റ്സ് ആർ കോക്കനട്ട്സ്. നിങ്ങൾ കോക്കനട്ട് കംപ്ലീറ്റ് ആണ് കിടക്കുന്നത്, ചോക്ലേറ്റ് കിടക്കുന്നത് നോക്കിയേ. കോക്കനട്ട് ഈ വലിയ വെണ്ടായിരമാണ്, ചോക്ലേറ്റ് അതിനകത്ത് കിടക്കുവാണ്. അപ്പൊ നമുക്ക് എന്താണ് ഓൾ ചോക്ലേറ്റ്സ് ആർ കോക്കനട്ട്സ് പറയാം. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓൺലി 1 ഫോളോ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇവിടെ വേറെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ പലർക്കും മിസ്റ്റേക്ക് വരുന്നത് എന്താ വെച്ചാൽ സം ചോക്ലേറ്റ് ആർ നോട്ട് കോക്കനട്ട്സും ഓൾ ചോക്ലേറ്റ് ആർ കോക്കനട്ട്സും വന്നു. സം നോട്ടും ഓൾ എന്ന് പറയുന്ന കോംപ്ലിമെന്ററി പേര് വന്നു. സിലോയിസം അനുസരിച്ച് കോംപ്ലിമെന്ററി പേരിൽ ഏതൊരു വരണം എന്ന് പറഞ്ഞെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. രണ്ട് കൺക്ലൂഷൻ കിടക്കുന്നു. ഇതിപ്പോ ഒരു കാര്യം ഉണ്ടല്ലേ, മൂന്നാമത്തെ കൺക്ലൂഷൻ ഉണ്ടല്ലേ, ശ്രദ്ധിച്ചില്ല. ഓക്കെ, മൂന്നാമത്തെ കൺക്ലൂഷൻ ഉണ്ട്. സം കോക്കനട്ട്സ് ആർ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ, അതും വരും അല്ലെ. 2ഉം 3ഉം വരും അല്ലെ. 2ഉം 3ഉം ഫോളോ ആണ്. കാരണം കോക്കനട്ട് ഫ്രൂട്ട്സ് ആണ് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കോക്കനട്ടിനകത്ത് കിടക്കുവാണ്. ഓൾ ഫ്രൂട്ട്സ് ആർ കോക്കനട്ട്സ് ആണെങ്കിൽ ഓൾ ഫ്രൂട്ട്സ് ആർ കോക്കനട്ട്സ് ആണെങ്കിൽ സം കോക്കനട്ട്സ് ആർ ഫ്രൂട്ട്സും പറയാം, സം ഫ്രൂട്ട്സ് ആർ കോക്കനട്ട്സ് പറയാം. നമ്മുടെ ആൻസർ എന്താണ്? ഓൺലി 2 and 3 ആണ് കേട്ടോ. സൂക്ഷിച്ചോണേ, ഓൺലി 2 and 3. മൂന്നാമത്തെ കൺക്ലൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, ഈ ഒരു ഇതിലാണ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സം നോട്ട് എപ്പോഴേ വരത്തുള്ളൂ. സം നോട്ട് സ്റ്റേറ്റ്മെന്റിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ വരത്തില്ല. സം നോട്ടും വരത്തില്ല, നോയും വരത്തില്ല. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിനകത്ത് വരാം. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സം ചോക്ലേറ്റ് ആർ നോട്ട് കോക്കനട്ട്സും ഓൾ ചോക്ലേറ്റ്സ് ആർ കോക്കനട്ട്സും കാണുമ്പോൾ പലരും ഡൗട്ട് എന്ന് വെച്ചാൽ എയ്തർ ഓർ വന്നുകൂടെ. എയ്തർ ഓർ വരായിരുന്നു, പക്ഷെ എപ്പോഴാണ് എയ്തർ ഓർ വരുന്നത്? കൺക്ലൂഷൻസ് റോങ് ആയിട്ട് വരുമ്പോൾ. ഇവിടെ ആകെ ഒരു കൺക്ലൂഷൻ മാത്രമേ റോങ് ആയിട്ടുള്ളൂ, രണ്ടെണ്ണം ഫോളോ ആയി വരുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം രണ്ടെണ്ണം എന്ത് ചെയ്യണം, ഫോളോ ചെയ്യാതെ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, എയ്തർ ഓർ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാണ്. No speaker is phone. All wires are phone. Okay. സ്പീക്കറും ഫോണും തമ്മിൽ നോ എന്ന റിലേഷൻ ആണ്. സ്പീക്കർ ഫോണ് നോ റിലേഷൻ. ഓൾ വയേഴ്സ് ആർ ഫോൺ എന്നാണ്. ഓൾ വയേഴ്സ് ആർ ഫോൺ എന്നാൽ ഫോണിനകത്ത് വരും ആര്, വയർ എന്ന് പറയുന്നത്. ഓൾ വയേഴ്സ് ആർ ഫോൺ. ഇവിടെ വലുതാക്കി വരയ്ക്കുവാണ് ഞാൻ, കുറച്ച് ക്ലിയർ ആവാനായിട്ട്. ഓക്കെ, നോ സ്പീക്കർ ഈസ് ഫോണ്. സ്പീക്കർ ഫോൺ നോ റിലേഷൻ. ഓൾ വയേഴ്സ് ആർ ഫോൺ. ഓൾ വയേഴ്സ് ആർ ഫോൺ. ഇനി നമുക്ക് നോക്കാം. ഇതിലിവിടെ 3 കൺക്ലൂഷൻ കിടപ്പുണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് വന്നുകൊണ്ട് നമുക്ക് നെഗറ്റീവ് കൺക്ലൂഷൻ വരാം അല്ലെ. നമുക്ക് നോക്കാം. സം ഫോൺസ് ആർ വയേഴ്സ്. സം ഫോൺസ് ആർ വയേഴ്സ് വരും. കാരണം എന്താ, ഓൾ വയേഴ്സ് ആർ ഫോൺസ് ആണ്. ഓൾ വയേഴ്സ് ആർ ഫോൺസ് നമുക്ക് എന്താ പറയാം, സം വയേഴ്സ് ആർ ഫോൺസ് എന്നും സം ഫോൺസ് ആർ വയേഴ്സ് എന്നും പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. രണ്ടാമത് നോ വയർ ഇസ് എ സ്പീക്കർ. നോ വയർ ഇസ് എ സ്പീക്കർ ഫോളോ ചെയ്യും. കാരണം എന്താണ്, സ്പീക്കറും ഫോണും തമ്മിൽ നോ എന്ന റിലേഷൻ ആണ്. സ്പീക്കറും ഫോണും തമ്മിൽ നോ എന്ന റിലേഷൻ ആണ്. നമുക്ക് എന്തറിയാം, ഫോണിനകത്ത് വരുന്നതാണ് വയർ അല്ലെ. ഫോണിനകത്ത് വരുന്നതാണ്, ശ്രദ്ധിച്ചോണേ, ഫോണിനകത്ത് വരുന്നതാണ് വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, സ്പീക്കറും വയറും തമ്മിൽ എന്തില്ല, റിലേഷൻ ഇല്ല. നോ എന്ന റിലേഷനേ വരത്തുള്ളൂ.
അത് നോ ഫോൺ ഈസ് സ്പീക്കർ, നോ ഫോൺ ഈസ് സ്പീക്കർ പറയാം. കാരണം എന്താണ്, സ്പീക്കറും ഫോണും തമ്മിൽ നോ എന്ന റിലേഷൻ ആണ്. നോ സ്പീക്കർ ഈസ് ഫോൺ എന്നാണ്. നോ സ്പീക്കർ ഈസ് ഫോൺ നമുക്ക് എന്ത് പറയാം, നോ ഫോൺ ഈസ് സ്പീക്കറും പറയാം. ഓക്കെ, എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദി കൺക്ലൂഷൻ ഫോളോ എന്നായിരിക്കും ആൻസർ വരിക. ഓൾ ദി കൺക്ലൂഷൻ ഫോളോ എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോവാം. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. നോ ക്രിയേറ്റീവ് ഈസ് ആൻ എംപ്ലോയർ. ഓൾ എക്സ്പേർട്സ് ആർ ക്രിയേറ്റീവും ഓൾ വർക്കേഴ്സ് ആർ എക്സ്പേർട്സും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ബാക്കിൽ നിന്ന് പോവാണ്. ഓൾ വർക്കേഴ്സ് ആർ എക്സ്പേർട്സ്, ഓൾ എക്സ്പേർട്സ് ആർ ക്രിയേറ്റീവ്, ഓക്കെ, എക്സ്പേർട്സ് ക്രിയേറ്റീവ്, വർക്കേഴ്സ് എക്സ്പേർട്സ് അല്ലെ, വർക്കേഴ്സ് എക്സ്പേർട്സ് ക്രിയേറ്റീവ്, ഓൾ എക്സ്പേർട്സ് ആർ ക്രിയേറ്റീവ്. നോ ക്രിയേറ്റീവ് ഈസ് എംപ്ലോയർ, നോ ക്രിയേറ്റീവ് ഈസ് എംപ്ലോയർ. ഇവിടെ എക്സ്പേർട്സ് ആണ് കേട്ടോ, എക്സ്പേർട്സ്. ഓക്കെ, ഫസ്റ്റ് വൺ വർക്കേഴ്സ് ആണ്, നമ്മൾ ഡബ്ല്യു ഇട്ടു കേട്ടോ. ഫസ്റ്റ് കൺക്ലൂഷൻ, നോ എംപ്ലോയർ ഈസ് എക്സ്പേർട്ട്, നോ എംപ്ലോയർ ഈസ് എക്സ്പേർട്സ്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവ രണ്ടുപേരും കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യും അല്ലെ. നോ ക്രിയേറ്റീവ് ഈസ് എംപ്ലോയറിനെ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്ത് നമുക്ക് എന്താണ്, ഷെയ്ഡിനകത്ത് വരുന്ന രണ്ട് ആൾക്കാർ നമ്മൾ എന്തായാലും നെഗറ്റീവ് റിലേഷൻ ആയിരിക്കും. ഷെയ്ഡിനകത്ത് രണ്ടുപേര് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ്, നോ എന്ന റിലേഷൻ ആയിരിക്കും. ഓക്കെ, എപ്പോഴും അത് ശ്രദ്ധിച്ചോണം കേട്ടോ, ഷെയ്ഡിനകത്ത് വരണം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ക്രിയേറ്റീവ് ഒന്നും എക്സ്പേർട്ട് അല്ല, ക്രിയേറ്റീവ് ഒന്നും എക്സ്പേർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവിനകത്ത് നടക്കുന്ന ആരാണ് എക്സ്പേർട്ട് എന്ന് പറയുന്നത് അല്ലേ. സോറി, ഓൾ എക്സ്പേർട്സ്. ക്രിയേറ്റീവ് ആർ നോ ക്രിയേറ്റീവ് എംപ്ലോയർ. ക്രിയേറ്റീവ് ഒന്നും എംപ്ലോയർ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ക്രിയേറ്റീവിനകത്ത് വരുന്നതാണ് എക്സ്പേർട്സ്. എക്സ്പേർട്സ് എന്താവത്തില്ല, എംപ്ലോയർ ആകത്തില്ല. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. ക്ലിയർ ആണ്. നോ വർക്കർ ഈസ് എൻ എംപ്ലോയർ, അതും കറക്റ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എക്സ്പേർട്ടിനകത്താണ് ആര് വരുന്നത്, വർക്കർ വരുന്നത്. വർക്കർ എന്താവത്തില്ല, എംപ്ലോയർ ആകത്തില്ല. പറയാം, രണ്ടും പറയാൻ പറ്റും അല്ലേ. ബോത്ത് 1 and 2 ആയിരിക്കും അടുത്ത ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോവാണ്. സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് കൂടുതൽ കിടപ്പുണ്ട്, നമുക്ക് നോക്കാം. ഓൾ ബെൽറ്റ്സ് ആർ ഷൂസ്, ഓൾ ഷൂസ് ആർ ക്യാപ്സ്, സം ഹാറ്റ്സ് ആർ ക്യാപ്സ്. ഓക്കെ, അതായിരിക്കും നമുക്ക് കുറച്ച് സ്ഥലം വേണം. ഓൾ ബാറ്റ്സ് ഷൂ, ഓൾ ഷൂസ് caps, or some hats are caps. Okay, some shoes are caps. Some shoes are caps too. Sorry, all shoes are caps. So some hats are caps. Some hats are caps. Some are all. Okay. First conclusion, some cap are belt. Some cap are belt. All belt are cap. All belt are cap. Some cap are belt. Some belt are cap. Some hats are shoes. Some hats are shoes. കാരണം എന്താണ്, ക്ലവറും ഹാറ്റ്സും തമ്മിലാണ് നമുക്ക് ഒരു കണക്ഷൻ ഉള്ളത്. അല്ലെങ്കിൽ ക്യാപ്സും, ക്ലവർ അല്ല, ക്യാപ്സും ഹാറ്റ്സും തമ്മിലാണ് റിലേഷൻ വരുന്നത്. അതിനൊരു കണക്ഷൻ ഉള്ളത്. നമുക്ക് ഹാറ്റ്സും ഷൂസുമായിട്ട് നമുക്ക് എന്തില്ല, റിലേഷൻ വരുന്നിട്ടില്ല. ഓക്കെ, അടുത്തത് ഓൾ ഷൂസ് ആർ ബെൽറ്റ്സ്. ഓൾ ഷൂസ് ആർ ബെൽറ്റ്സ് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഓൾ ബെൽറ്റ് ആർ ഷൂസ് എന്ന് പറഞ്ഞാൽ ഓൾ ബെൽറ്റ് ആർ ഷൂസ് നമുക്ക് എന്താ പറയാൻ പറ്റില്ല. ഓൾ ഷൂസ് ആർ ബെൽറ്റ് നമുക്ക് എന്താ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്താണ്, ഓൺലി 1 ഫോളോ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഓൺലി 1 ഫോളോ ആയിരിക്കും നമുക്ക് ആൻസർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്രയാണ് സിലോസിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് സിലോസിന്റെ ബേസിക് ക്ലാസ് കണ്ടിട്ടുണ്ട്. കാരണം സിലോസിസം എന്ന് പറഞ്ഞ ടോപ്പിക് കുറച്ച് ഐഡിയ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഐഡിയ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് കാണാൻ പിടിച്ച് കിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഐഡിയ വെച്ചായിരിക്കും ചെയ്യുക. അതാണ് നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ, മാക്സിമം നിങ്ങൾ സിലോസിന്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.